താല്പര്യവും മനുഷ്യസ്നേഹപ്രേരിതമായ പ്രവർത്തനങ്ങളും പ്രതിബദ്ധതയും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസ്ഥാനമെമ്പാടുമുള്ള യൂണിറ്റുകളെ ഏറ്റവും സമർത്ഥമായി സംയോജിപ്പിച്ചുകൊണ്ട് നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കേരള ജനതയാകെ തന്നെ അഭിമാനപൂർവ്വം നെഞ്ചേറ്റിയെടുക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ പുരസ്കാരദാന ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളം പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ അകപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അവിടെ ഏറ്റവും മികച്ച സന്നദ്ധ സേവനം കാഴ്ചവെച്ചിട്ടുള്ളത് NSS വോളണ്ടിയേഴ്സാണ്. പ്രളയമായാലും വയനാട് ദുരന്തമായാലും അതുപോലെ കൊറോണയുടെ കാലത്ത് ജീവിതമാകെ ഇരുണ്ടുപോയ ഒരു സന്ദർഭത്തിൽ നമ്മുടെ NSS വോളണ്ടിയേഴ്സ് കാഴ്ചവെച്ച ആത്മാർത്ഥമായ കഠിനാധ്വാനം നിറഞ്ഞ സാമൂഹ്യ സേവന അനുഭവങ്ങൾ ഒരു കാലത്തും കേരള സംസ്ഥാനത്തിന് മറക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തത്തിന്റെ ഭാഗമായി വീട് നഷ്ടപ്പെട്ട 150 കുടുംബങ്ങൾക്കാണ് നാം വീട് വാഗ്ദാനം ചെയ്തിരുന്നത്. ആ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭം ആയിരിക്കുന്നു എന്ന് ഞാൻ ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാം വിദ്യാർത്ഥി ജീവിത കാലയളവിൽ ഒരുപാട് റോഡുകളും തോടുകളും ഒക്കെയാണ് ശ്രമദാനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് അതുമാത്രമല്ല, വൈവിധ്യപൂർണമായ നിരവധി ഉത്തരവാദിത്തങ്ങളാണ് NSSലൂടെ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ വർഷം NSS നടത്തിയ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സ്നേഹാരാമങ്ങൾ എന്ന പ്രവർത്തനം. മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരുന്ന ഒട്ടേറെ നഗര കേന്ദ്രങ്ങളും സുപ്രധാനമായ ഇടങ്ങളും ശുചീകരിച്ച് പൂന്തോട്ടങ്ങളായി മാറ്റുകയും ചിലയിടങ്ങളിൽ അതിഗംഭീരങ്ങളായ ഇൻസ്റ്റലേഷനുകളും ശില്പങ്ങളും എല്ലാം വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ ഭാവനയാൽ സൃഷ്ടിച്ചുകൊണ്ട് അതൊക്കെ തന്നെ ആകർഷകമായ ഇടങ്ങളാക്കി മാറ്റി എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു പ്രവർത്തനമായിരുന്നു. ലഹരി എന്ന പ്രശ്നം ആഗോളതലത്തിൽ തന്നെ വിരിക്കപ്പെട്ട ഒരു വലയായി മാറിക്കഴിഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ കേരളവും അതിന്റെ പിടിയിൽ അകപ്പെടുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ആസാദ് സേനയുടെ രൂപീകരണം നാം ഏറ്റെടുത്തത്. ഏജന്റ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളതാണ് അതിന്റെ മുഴുവൻ പേര്. ആസാദ് സേനയിലേക്ക് വളരെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന് സന്നദ്ധരായ ഏറ്റവും മിടുക്കരായ സന്നദ്ധ പ്രവർത്തകരെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നാം വിന്യസിച്ചത്. ആസാദ് സേനയും വിമുക്തി പദ്ധതിയും മറ്റ് ധാരാളം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒക്കെ ലഹരിയിൽ നിന്ന് നമ്മുടെ യുവജനതയെ വിമോചിപ്പിച്ചെടുക്കുന്നതിന് NSS സംഘടിപ്പിക്കുന്നുണ്ട്. മിക്കവാറും യൂണിറ്റുകൾ സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത നവകേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആ പ്രവർത്തനം ഇന്ന് സംസ്ഥാനത്തെ നിരവധി NSS യൂണിറ്റുകൾ ഏറ്റവും അഭിനന്ദനീയമായ നിലയിലാണ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൗകര്യപ്രദമായ മനോഹരമായ വീടുകളാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് വെച്ചു കൊടുക്കുന്നത്. അതുപോലെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് സഹായകരമായ പദ്ധതികൾ, വയോജനങ്ങൾ അവഗണിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇന്റർ ജനറേഷണൽ ടൈസ് ശക്തിപ്പെടുത്തുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ NSSൽ അണിനിരക്കുന്ന വിദ്യാർത്ഥിനികൾ വയോജന ഹോമുകൾ സന്ദർശിക്കുകയും അവരുമായി ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും ദുർബലാവസ്ഥ നേരിടുന്ന മനുഷ്യർ ജീവിക്കുന്ന ആവാസ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ആ കേന്ദ്രങ്ങളെ ദത്തെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള ഇടപെടലുകളും നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒട്ടേറെ യൂണിറ്റുകൾ സംസ്ഥാനത്തുണ്ട്.
ഇതൊക്കെ എല്ലാവർക്കും അനുകരിക്കാവുന്ന മാതൃകകളായതുകൊണ്ട് ഞാൻ പരാമർശിച്ചു എന്ന് മാത്രം. ഇവിടെ ഒരുപാട് അവാർഡുകൾ വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഡിജിറ്റൽ ലിറ്ററസി സാർവത്രികമാക്കുന്ന പ്രവർത്തനത്തിലും സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന വി കെയർ പോലുള്ള പദ്ധതികളിലുമെല്ലാം NSS നല്ല രീതിയിലുള്ള പങ്കാളിത്തം വഹിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അതുമാത്രമല്ല, ഈ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ RMO എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ അവതരിപ്പിക്കാം. കേരള യൂണിവേഴ്സിറ്റി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മാതൃ സർവകലാശാലയാണ്. നമ്മുടെ മറ്റെല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും ഒക്കെ അമ്മയാണ് കേരള യൂണിവേഴ്സിറ്റി, മാതൃ സർവകലാശാലയാണ്. ആ നിലയിൽ മാതൃകാപരമായി തന്നെയാണ് ഈ സർവകലാശാല സമൂഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമുക്കേറെ അഭിമാനകരമാണ്. നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി NAC ഗ്രേഡിംഗിൽ A++ നേടിയ സർവകലാശാല, NIRF റാങ്കിങ്ങിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്ന, രാജ്യത്ത് 9ാമത് നിൽക്കുന്ന സർവകലാശാല. ഇതിൽ പരം അഭിമാനം നമുക്ക് ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സർവകലാശാലയ്ക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ സാമൂഹ്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടോടെ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ RMO എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ അപേക്ഷയായിട്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഇതിനകം തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ കേരള യൂണിവേഴ്സിറ്റിയിലെ NSSന് കഴിഞ്ഞിട്ടുണ്ട്. RMO ആവശ്യപ്പെട്ടത് അവിടെ കൂട്ടിരിക്കാൻ ആളുകളില്ലാതെ ആയി പോകുന്ന രോഗികളെ സംരക്ഷിക്കുന്നതിന് അവർക്ക് സാങ്കേതികമായി ഇപ്പൊ ബുദ്ധിമുട്ട്. 2022-23 വർഷത്തെ മികച്ച കലാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാൻ എത്രയും ബഹുമാനത്തോടെ ആദരവോടെ ബിന്ദു ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓരോ കോളേജിന്റെ പേരും